എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കിണറ്റിൽ വീണ കാട്ടാനയെ 10 മണിക്കൂർ കഴിഞ്ഞിട്ടും കരയ്ക്ക് കയറ്റാനായിട്ടില്ല. നഷ്ടപരിഹാര തുക സംബന്ധിച്ച് സ്ഥലം ഉടമയുമായി ധാരണയിലെത്താൻ കഴിയാത്തതാണ്. മണ്ണുമാന്തി യന്ത്രം ഇതുവരെയും സ്ഥലത്തെത്തിക്കാനുമായിട്ടില്ല. കിണറ്റിൽ ഭിത്തി ഇടിച്ച് സ്വയം പുറത്തെത്താനാണ് കാട്ടാനയുടെ ശ്രമം. അതേസമയം ആനയെ മയക്കുവെടി വെക്കണമെന്ന നിലപാടിലാണ് നാട്ടുകാർ. കഞ്ഞിവെച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ആനയുടെ രഹസ്യമായിട്ട് ഇവിടെ ആകാരിയാവും. ഇവിടെ ജനസംഖ്യയുള്ള ഏറിയ ഈ ആന കയറി കഴിഞ്ഞാൽ ആനയുടെ മയക്കോടി വെക്കണം. എന്തുകൊണ്ട് മയക്കോടി വെച്ചുകൂടാ? ഇത് ന്യായമായ ആവശ്യമില്ല. ഈ ആനകൾ ഏറ്റവും ചത്തുപോകും. ഇവിടെ ആൾക്കാർ ചത്തിരിക്കും. ഞങ്ങളെ നാട്ടുകാരെ ഞങ്ങളെ മൊത്തം ഞങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ മൊത്തം ഇവിടെ വിഷയമല്ല. ഞങ്ങൾ 8 കൊല്ലായി അനുഭവിക്കും. 8 കൊല്ലായി അവരെല്ലാം മുങ്ങിയെടുക്കുക. നമ്മളെ ചർച്ച വേണം. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാം? ഒരു കാര്യം അവർ അംഗീകരിച്ചിട്ടില്ല. അവരെ ഇറങ്ങി പോവാണ്. ആന അറിയാം, ഞങ്ങളറിയാം. ആനനെ തടയും. ഞങ്ങളെ കൊന്നാലും വേണ്ടില്ല. ആന ഞങ്ങൾ വിടുന്നില്ല. ആനയുടെ മയക്കി പിടിച്ച് വിടാൻ ഞങ്ങൾ തർക്കമില്ല. എല്ലാവരും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അവരെന്താ പറയുന്നത്? അവരെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞ് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ആനനെ അവർ കയറ്റിക്കൊണ്ട് പൊക്കോളാം എന്നാണ് പറയുന്നത്. അത് ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഫണ്ടില്ലെന്നാണ് ഇവരുടെ കുടിവെള്ള സ്രോതസ്സാണ്. കാരണം ഇവിടെ ഈ പഞ്ചായത്തില് ഇവിടെ 7-8 ദിവസം ചില ദിവസങ്ങളിൽ 21 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആ സമയത്തോട് നമ്മൾ കുടിവെള്ളമില്ല. കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിലാണ് ഇവരുടെ കുടിവെള്ള സ്രോതസ് കിട്ടിയത്. അല്ലാതെ അവർക്ക് കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ഇവർ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കടമയാണ്. പക്ഷെ അവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾക്കൊന്നുമില്ല കയറി പോകുന്നുള്ളൂ. ഒന്നും ചെയ്യാതെ കയറി പോകില്ല. അത്രയും എനിക്ക് പോകണ്ട സാറേ. അത്രയും കൊടുത്തപ്പുറം തരാണ് ഞങ്ങൾ അനുഭവത്തിലിരിക്കുന്നതാണ്. ഇന്നൊരു പരിഹാരം ഉണ്ടാക്കില്ല. ഇവരിപ്പോ കിടന്നളഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നഷ്ടപരിഹാരം ഇവർ കൊടുക്കില്ല. ഇത് കൊണ്ടൊന്നും ഉറപ്പ് പറയുന്നില്ല. അവർക്കും ഒരുപാട് റബ്ബറുകൾ ഓടിച്ചിട്ടുണ്ട്. ഒരു കുടി കയറിയിട്ട് ഈ ചേട്ടാ അന്യന്റെ പറമ്പിൽ ആ റബ്ബർ മൊത്തം ഒടിച്ചു കഴിഞ്ഞു. അവരൊന്നും അതിന് കർഷകരായിട്ടൊന്നും അത് പറയണതൊന്നും ചെയ്യുന്നില്ല. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കോതമംഗലം MLA ആന്റണി ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആനയെ മയക്കുവെടി വെക്കാൻ തീരുമാനമായിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങൾ കൂടി സഹകരിച്ചായി പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ പിന്തുണയും സഹായവും ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം. എന്നാൽ ജനങ്ങൾക്ക് ആശങ്കയുള്ളത് കൊണ്ടും പ്രയാസങ്ങളുള്ളത് കൊണ്ടും ചിലപ്പോൾ അത് പ്രതിഷേധമായി മാറുന്നുണ്ട്. പക്ഷെ നമുക്കത് ശാന്തമായ അന്തരീക്ഷത്തിൽ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തുക. മയക്കുവെടി വെച്ച് ഇപ്പോൾ കിണറ്റിൽ വീണിട്ടുള്ള ആനയെ ഈ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അതിന് ചില സാങ്കേതികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ആ വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ജനക്കൂട്ടം ഇവിടെ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഈ വാർത്ത പുറംലോകം അറിഞ്ഞ നിമിഷം മുതൽ വലിയ തോതിലാണ് ആളുകൾ വലിയ ആശങ്കപ്പെട്ടുകൊണ്ടാണ് പ്രദേശത്തേക്ക് എത്തുന്നത്. അപ്പോൾ വനം വകുപ്പിന് ഈ അറ്റംപ്റ്റ് നടത്തണമെങ്കിൽ ഇവിടെ മറ്റ് ജനങ്ങൾക്ക് കാഷ്വാലിറ്റി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആളുകളുടെ ഒരു സഹകരണം വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കോട്ടപ്പടിയിൽ 1, 2, 3, 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചുകൊണ്ട് 24 മണിക്കൂറിലേക്ക് 144 പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും ആനയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കിണറ്റിൽ ഇവിടെ ഒട്ടേറെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനടക്കം ഉപയോഗിക്കുന്ന കിണറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടം ഇപ്പോൾ ഇവിടെ PWD
ഈ എഞ്ചിനീയർമാരടക്കം എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും ആനക്കുളത്തിൽ നിന്നും കയറിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഡാമേജിനെ സംബന്ധിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുള്ളൂ, എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയുള്ളൂ. അത് അടിയന്തരമായി തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ അതിന്റെ നഷ്ടപരിഹാരം അടക്കം അതിന്റെ അനുമതി നൽകുമെന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കോതമംഗലം കോട്ടപ്പടിയിൽ നിന്ന്. ആജ്ഞ, ഈ ആനയെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആനയെ മയക്കുവെടി വെക്കണമെന്ന ആവശ്യം, അതോടൊപ്പം ഈ സ്ഥലം ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിലൊക്കെ ഇപ്പോൾ തീരുമാനമുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ആന്റണി ജോൺ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം എന്താണ്? ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ? ഇപ്പോൾ പ്രതിഷേധം അടങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ആന്റണി ജോൺ MLA എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മയക്കുവെടി വെക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം. മയക്കുവെടി എന്നൊരു പരിഹാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ 1, 2, 3, 4 വാർഡുകളിൽ 24 മണിക്കൂർ നീളുന്ന നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോയത്, നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആളുകളെ നീക്കം ചെയ്യും. പക്ഷെ ആളുകൾക്ക് ഈ ഒരു പരിഹാരം മാത്രമായിരുന്നു ഇല്ല വേണ്ടത് എന്നുള്ള തരത്തിൽ അവര് വീണ്ടും പ്രതിഷേധത്തിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ RDO അതിലിടപെട്ട ഒരു പ്രശ്ന പരിഹാരം എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഇവിടേക്ക് വരുന്ന ഒരു നിലപാടാണ് ജനപ്രതിനിധികൾക്കുള്ളത് എന്നുള്ളതാണ് അവരുടെ പരാതി. അനുഭവമാകട്ടെ ഇത്തരം കാര്യങ്ങളൊന്നും നിരന്തരമായി പരാതികൾ ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിരന്തരമായി വന്യജീവി ശല്യം ഉണ്ടായിട്ടും ഇത്തരത്തിൽ കൃഷിനാശം ഉണ്ടായിട്ടും ജനങ്ങളുടെ കാര്യത്തിൽ നടപടികൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നൊരു പരാതിയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യപ്രകാരം അവരാവശ്യപ്പെട്ടത് മയക്കുവെടി വെച്ച് ഇവിടെ നിന്നും ആനയെ കൊണ്ടുപോകണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. കാരണം ഇത് കടന്നു പോകുന്ന ഇതിനെത്തേണ്ടുന്ന വനമേഖലയ്ക്ക് കോട്ടപ്പുറം വനമേഖലയ്ക്ക് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 3 കിലോമീറ്റർ ദൂരത്തേക്കും ആന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തന്നെ വേണം, അങ്ങനെ തന്നെ ആയിരിക്കും ആന കടന്നു പോകുന്നത്. ആനയെ സംബന്ധിച്ചിട്ട് അങ്ങേയറ്റം പരിശീലനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് 12 മണിക്കൂറിന് അടുക്കുന്നു അത് ഈ കിണറ്റിൽ വീണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ, അല്ലെങ്കിൽ കിണറ്റിൽ വീണ തരത്തിൽ ആളുകൾ മനസ്സിലാക്കിയിട്ട് 12 മണിക്കൂറോളം സാഹചര്യത്തിൽ അതിന് വിശപ്പുണ്ട്, അതുമായി പൊരുതി നിന്നതിന്റെ ക്ഷീണമുണ്ട്. അപ്പോൾ ആനയുടെ ശരീരത്തിൽ മുഴുവൻ പരിക്കുകളുണ്ട്. കിണറ്റിൽ നിന്നും കര കയറാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ആനയുടെ ശരീരത്തിൽ മുഴുവൻ പരിക്കുകളുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആന സാഹചര്യം ഏറെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ മയക്കുവെടി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും അങ്ങനെ ആവശ്യപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ 3 കിലോമീറ്ററോളം സ്ഥലത്ത് ജനവാസ മേഖലയാണ്. ആളുകൾക്ക് അപായമുണ്ടായേക്കാം, കൃഷിനാശം ഉണ്ടായേക്കാം, മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് നാശമുണ്ടായേക്കാം. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആനയെ മയക്കുവെടി വെച്ച് വേണം വനത്തിലെത്തിക്കാൻ എന്നൊരു ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചത്. എന്തായാലും അവരുടെ പ്രതിഷേധം ഫലം കണ്ടിരിക്കുകയാണ് എന്ന് വേണം. എന്തായാലും ഉദ്യോഗവൃത്തങ്ങളാകട്ടെ സർക്കാർ സംവിധാനങ്ങളാകട്ടെ എല്ലാം ഈ ഒരു സന്നാഹം ഒരുക്കുന്നതിനുള്ള മയക്കുവെടിക്കാനുള്ള സന്നാഹം ഒരുക്കുന്നതിനുള്ള വലിയ രീതിയിലുള്ള നാട്ടുകാർ ആ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഈ MLAയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ പിന്നോട്ട് പോയി, പ്രതിഷേധത്തിൽ നിന്ന് ഈ സ്ഥലത്തു നിന്നും മാറിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചിരുന്നു, MLAയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. 144 ഈ സമീപത്തുള്ള 3 വാർഡുകളിൽ, പഞ്ചായത്തിലെ സമീപത്തെ 3 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചുവെന്നാണ്. ഇത് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണ്?
നേരത്തെ ടോം സ്ഥലമുടമ ഇവിടേക്ക് JCB കൊണ്ടുവരുന്നത് കടത്തിവിടില്ല, അതായത് കൃഷിനാശമുണ്ടാകും, അതുകൊണ്ട് സ്ഥലമുടമയ്ക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകണം. ഈ കിണർ നശിപ്പിച്ചു. ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന അവരുടെ കുടിവെള്ള സ്രോതസ്സാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വറ്റാത്ത ഒരു കിണറാണ്. മറ്റുള്ള എല്ലാ ഭാഗത്തും കുടിവെള്ളമില്ലാതിരിക്കുന്ന സമയത്തും ഇവിടെ ഈ കിണറ്റിൽ വെള്ളമുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന കിണറാണ്. അതുകൊണ്ട് അതിന്റെ പുനർനിർമ്മാണം, ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃഷിനാശം മുൻപ് ഇവരുടെ അനുഭവം, അവർ പറയുന്നതനുസരിച്ച് ഇവരുടെ അനുഭവം മുൻപുള്ള നാശനഷ്ടങ്ങൾക്കൊന്നും വേണ്ട വിധത്തിൽ വനം വകുപ്പ് വേണ്ട വിധത്തിൽ നഷ്ടപരിഹാരം നൽകുകയോ കൃഷി വകുപ്പ് അതിന് വേണ്ട വിധത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ കണക്കാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഉണ്ടായ സാഹചര്യമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കിണറിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെങ്കിൽ തന്നെ ആനയെ കിണറ്റിൽ നിന്നും ഇറക്കിയ ശേഷം വേണം അതിലെ നഷ്ടപരിഹാരം കണക്കിലെടുക്കാൻ. ആനയ്ക്ക് ഇപ്പോൾ നാട്ടുകാർ ഭക്ഷണം ഇട്ടുകൊടുക്കുന്നു, ചക്കയും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്ര ദിവസം, ഇത്ര നേരം, ഇത്ര മണിക്കൂറുകൾ വിശന്നിരിക്കുന്ന ഒരു സാഹചര്യം അതിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങേറ്റം പരിക്ഷീണനാണ്. അപ്പോൾ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം, അതിന്റെ ആരോഗ്യം കണക്കിലെടുക്കണം. ചൂട് കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. ആനയുടെ ശരീരത്തിൽ മയക്കുവെടി വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് കണക്കിലെടുക്കണം. ഇതൊക്കെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മയക്കുവെടിയിലേക്ക്. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു നടപടിയിൽ ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ രാത്രി ആയേക്കാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അന്തരീക്ഷത്തിൽ താപനില കുറയുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് മാത്രമേ ഈ മയക്കുവെടിയിലേക്ക് കടക്കൂ, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയറിലേക്ക് കടക്കൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസായാലും മറ്റു ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ജനങ്ങളെയും അതിന്റെ സമീപത്തു നിന്നും മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെയും ഇവരുടെ പ്രതിഷേധമുണ്ടായിരുന്ന സാഹചര്യത്തിൽ നമ്മളെ ഉൾപ്പെടെ അതിന്റെ ഭാഗത്തുനിന്നും മാറ്റിയിരുന്നു. പ്രത്യേകിച്ചും സുരക്ഷാ സംവിധാനങ്ങൾ ആ കിണറിന്റെ വശത്തൊക്കെ ചെന്ന് ാണ് അത്തരത്തിലുള്ള നടപടി ഉണ്ടായത്. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കയറ്റാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 12 മണിക്കൂറായി കാട്ടാന കിണറ്റിൽ കിടക്കുകയാണ്. അത് സ്വയം പുറത്തെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കിണറ്റിന്റെ ഭിത്തി ഇടിച്ച് സ്വയം പുറത്തെത്താനായിരുന്നു ആനയുടെ ശ്രമം. പക്ഷേ ഇത് ഫലം കാണാതെ വന്നപ്പോഴാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകാൻ പോകുന്നത്. കാട്ടാനയെ മയക്കുവെടി വെക്കാൻ തീരുമാനമായിരിക്കുന്നു. അതിനുശേഷം നാട്ടുകാർ ഇവിടെ നിന്നും സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വീണ്ടും ചേരുന്നു. ആജ്ഞ, എന്തായാലും നാട്ടുകാരെയും മാധ്യമങ്ങളടക്കം അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉടൻ തന്നെ ഈ കാട്ടാനയെ കിണറ്റിൽ നിന്ന് കയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കണോ, അതോ വൈകിട്ടോടുകൂടി വൈകുന്നേരം രാത്രി ഇരുട്ടാകുമ്പോൾ സ്വാഭാവികമായി അത് വീണ്ടും രക്ഷാപ്രവർത്തനം ദുഷ്കരമാകും. അതിന് മുൻപ് തന്നെ ഇതിന്റെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ആജ്ഞ? DFO പറഞ്ഞതനുസരിച്ചിട്ട് ചിലപ്പോൾ രാത്രിയാകാനാണ് സാധ്യത. കാരണം ഈ ആനയെ മയക്കുവെടി വെക്കണമെങ്കിൽ ഈ പറയുന്ന അന്തരീക്ഷ താപം കുറയുന്ന ഒരു സാഹചര്യം വേണം. അതിനിടയ്ക്ക് മഴ പെയ്താൽ തന്നെ അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമെന്നാണ്. കാരണം ഈ കിണറിന്റെ വശത്തുള്ള മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആന ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു ഭീതി കൂടി ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു ടെമ്പറേച്ചർ ശരിയായ നിലയിലേക്ക് വരാതെ ഈ മയക്കുവെടി എന്നൊരു പ്രൊസീജിയറിലേക്ക് കടക്കാനാകില്ല എന്നാണ് DFO ശ്രീനിവാസ്. അങ്ങനെ ഒരു സാഹചര്യം ഇതൊരു ടാസ്ക് ആയിട്ട് നിലനിൽക്കാൻ ചൂട് സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നൊരു ഭീതി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് മറ്റു ചില പ്രതിഷേധങ്ങൾക്കും മറ്റ് സാഹചര്യങ്ങളിലേക്ക് നയിക്കുമെന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. അങ്ങനത്തെ ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് വേണം ഈ ഒരു ഉദ്യമം പൂർത്തീകരിക്കാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ട് കുറച്ചു നേരം ഫ്രീസായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ശരിക്കും ഇപ്പോഴുള്ളത്. എന്തായാലും 144 പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനടി ഇവിടുന്ന് ആളുകളെ നീക്കം ചെയ്യുമെന്ന് തന്നെയാണ്
മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മളോടൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിമിഷങ്ങൾക്ക് ഇവിടുന്ന് എല്ലാവരെയും മാറ്റുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പ്രതിഷേധം ഒട്ടൊന്ന് ശമിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആന്റണി ജോൺ MLAയും എൽദോസ് കുന്നപ്പള്ളി MLAയും ഇപ്പോൾ സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം പിന്നെ ഒരു സമവായം കണ്ടെത്താൻ ശ്രമിച്ചത്. അതിനുശേഷമാണ് അവർ ചർച്ച എന്താണ് ഇതിനുള്ള മിനിറ്റ്സ് വായിച്ചത്. അത്തരം ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇപ്പോൾ പോലീസ് അനൗൺസ് ചെയ്യുകയാണ് ഇവിടുന്ന് 144 പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവരും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണം എന്നൊരു നാട്ടുകാർ സഹകരിക്കുന്നുണ്ടോ? ഈ പോലീസിന്റെ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ? ചില പ്രതിഷേധങ്ങൾ ചില ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ടോം. ആ ഒരു സാഹചര്യം കൂടി പോലീസിനതിരെ ഈ കോട്ടപ്പടി പഞ്ചായത്ത് 1, 2, 3, 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. പോലീസ് നാട്ടുകാരുടെ ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെയും സ്ഥലത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യം. അതായത് ഇന്ന് വൈകിട്ടോടുകൂടി കാട്ടാനയെ കിണറ്റിൽ നിന്ന് കയറ്റാനുള്ള ശ്രമം ആരംഭിക്കും. മയക്കുവെടി വെക്കാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അറിയേണ്ടത്, ആജ്ഞ രവീന്ദ്രൻ ഇപ്പോഴും അറിയേണ്ടത്, നേരത്തെ ഈ മണ്ണുമാന്ത്രി യന്ത്രം ഈ സ്ഥലത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കമുണ്ടായിരുന്നു. സ്ഥലം ഉടമയുമായി ഇത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടോ? അദ്ദേഹത്തെ കൂടി അന്വയിപ്പിച്ച് മാത്രമേ ആ രീതിയിലുള്ള ഈ JCB ആ സ്ഥലത്ത് എത്തിക്കുന്നതുമായ ഒരു നടപടിയിലേക്ക് വനംവകുപ്പും പോലീസും കടക്കുകയുള്ളൂ? അതോ ഒരു ഈ പ്രതിഷേധമൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കുമോ തീരുമാനം പോലീസിന്റെ? പ്രഖ്യാപിച്ചാൽ പിന്നെ പോലീസിന് അടുത്ത നടപടിയെ ഇതും ലംഘിക്കുന്ന ആളുകളുടെ നേരെ നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തെ അതിനുള്ള അനൗൺസ്മെന്റ് പോലീസ് നടത്തി കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വനവാദിയേതരം കൊണ്ടുവരാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ മയക്കുവെടി വെച്ചാൽ മറ്റു സന്നാഹങ്ങൾ എന്തൊക്കെയാണ്? ആനയെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള സന്നാഹങ്ങൾ ഒരുക്കണം. അത് നേരത്തെ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിൽ തുമ്പിയാനെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിൽ എത്തപ്പെട്ട പ്രതിഷേധങ്ങളുണ്ട്. ആളുകൾ ഈ പോലീസിന്റെ ആയാലും ജനപ്രതിനിധികളുടെയും സമവായ ചർച്ചയോട് യോജിക്കാത്ത പല ആളുകളും ഇപ്പോഴും ഉണ്ട്. നമുക്ക് പിന്നീട് ഇപ്പോഴും ആ ഒരു പ്രതിഷേധ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അത്തരത്തിൽ ഇപ്പോഴും ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിടയിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാർക്ക് അതിന് വഴങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ പോലീസ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസിന് കടക്കാം എന്നൊരു അർത്ഥം കൂടി അതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അവരെല്ലാവരോടും വളരെ സംയമനത്തോടെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കിയാൽ മാത്രമേ ആനയെ അവിടുന്ന് കയറ്റാൻ പറ്റൂ എന്നാണ് മനസ്സിലാക്കുന്നത്, എന്നാണ് സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആനയെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ടാസ്ക്. അത് എങ്ങനെയാണ് മയക്കുവെടി വെച്ചിട്ടാണ് എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അടുത്ത പടി. അതിലേക്കുള്ള നടപടികളിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കോതമംഗലം കോട്ടപ്പടിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 12 മണിക്കൂറായി കിണറ്റിൽ കിടക്കുകയായിരുന്ന ആനയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സ്ഥലത്ത് 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ തീരുമാനമായിരിക്കുന്നു. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് മയക്കുവെടി വയ്ക്കാൻ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളെല്ലാവരും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. 144 പ്രഖ്യാപിച്ചതായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. നാട്ടുകാരുടെ ഒഴിഞ്ഞു പോകാൻ
നിർദ്ദേശം നൽകിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ ആവശ്യം അത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. കാരണം കാട്ടാനെ കയറ്റുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ അത് വലിയ രീതിയിൽ ഇടയാനുള്ള സാധ്യതയുണ്ട്, ഒരു മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി വെക്കണമെന്ന ആവശ്യം അവർ ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.